സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ സുരക്ഷിതരാണോ? നമ്മളൊക്കെ പലപ്പോഴും പറയും എൻ്റെ കുട്ടി സുരക്ഷിതനാണ്, അവൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ ശ്രദ്ധയുണ്ടെന്നൊക്കെ. പലപ്പോഴും മാതാപിതാക്കൾ ഒട്ടുമിക്ക കുടുംബത്തിലെ മാതാപിതാക്കൾ രണ്ടുപേരും ജോലിക്ക് പോകുന്ന സാഹചര്യമാണുള്ളത്. വൈഫാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ജോലിക്ക് പോകുന്നു. കാരണം ഈ അണുകുടുംബങ്ങളിൽ രണ്ടുപേര് ജോലിക്ക് പോയാൽ മാത്രമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും പലർക്കും കഴിയുള്ളൂ. ആ സാഹചര്യത്തിൽ മക്കളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് മാതാപിതാക്കൾ അവരുടെ ജോലികളിൽ വ്യാപൃതരാകുന്നു. ജോലി കഴിഞ്ഞ് വന്നാൽ പലർക്കും ചില ജോലി കഴിഞ്ഞ് വന്നാൽ തന്നെ വീട്ടിൽ പല ജോലി തിരക്കുകളും അതിനിടയിൽ മൊബൈൽ നോട്ടവും ചാറ്റിങ്ങും ഒക്കെയായി പലരും അവരുടെ ജീവിതത്തിലെ രസകരമായ നിമിഷങ്ങൾ അവർ കൊണ്ടുപോകുന്നു. എന്നാൽ ഇതിനിടയിൽ മക്കൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാനോ അവർക്ക് പലർക്കും സമയം കിട്ടാറില്ല എന്നുള്ളതാണ് വാസ്തവം. മക്കളോടൊപ്പം സമയം ചിലവഴിക്കാനോ ഒന്നും പലർക്കും കഴിയുന്നില്ല. കാരണം നമ്മൾ ഈ ഇടുന്ന പോസ്റ്റുകൾക്ക് ലൈക്ക് കിട്ടുന്നുണ്ടോ, അതിന് കൂടുതൽ ആളുകൾ കമൻ്റ് ഇടുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒട്ടേറെ പേരെ നമുക്ക് ഈ ഫേസ്ബുക്കും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അത് ഒരു കൂടുതൽ തൻ്റെ പോസ്റ്റിന് കൂടുതൽ ലൈക്ക് കിട്ടാൻ വേണ്ടി എത്ര സമയം വേണമെങ്കിലും അതിന് മുന്നിൽ ചിലവഴിക്കാൻ ആർക്കും ഒരു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലൈക്കിന് വേണ്ടി ജീവിക്കുക എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ. പിന്നെ അതുതന്നെയല്ല, ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിമ്മിൽ പോകുന്ന ആളുകളുണ്ട്. അതുപോലെ ഷട്ടിൽ കളിക്കാനോ അല്ലെങ്കിൽ സ്പോർട്സ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വ്യായാമത്തിനായി പല സ്ഥലങ്ങളിലും പോകുന്ന ആളുകൾ. ഇതിൻ്റെ ഇടയിൽ കുട്ടികളെ അവരെ പഠിക്കുക, നിങ്ങൾ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക, പഠിത്തത്തിന് ട്യൂഷൻ വിടുക, അങ്ങനെ അവരെ പ്രസ് ചെയ്ത് അവരെ കൂടുതൽ മറ്റുള്ള കുട്ടികളെക്കാൾ വലിയൊരു മിടുക്കനാകാൻ വേണ്ടി എന്തെല്ലാമോ അവരിൽ അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം ഒരു അമിതമായ സ്ട്രെസ്സാണ് കുട്ടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ അവർ പുറത്തിറങ്ങിയാൽ അവർക്ക് വീണ് കിട്ടുന്നത് പല അപരിചിതരമായ കൂട്ടുകളായി. ചിലപ്പോൾ അവരുടെ കൂട്ടുകാരുമായിട്ട് ഉള്ള കൂട്ട് മുഖേന വേറെ പുതിയ കുട്ടികളായിട്ട് പരിചയപ്പെടും. പക്ഷേ ഇതൊന്നും മാതാപിതാക്കൾ അറിയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെങ്ങോട്ട് പോകുന്നു, ഇവരാരുമായിട്ട് കൂട്ടുകൂടുന്നു, ഇതൊന്നും ഈ കുട്ടികൾ ഇവരോടൊന്നും പറയണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. കാരണം ഫോണിലൂടെ ഞാൻ എൻ്റെ കുട്ടിക്ക് മൊബൈലിൽ കൊടുക്കുന്നതിന് നിയന്ത്രണമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ കൂടിയും സ്കൂളിന് വെളിയിൽ, കോമ്പൗണ്ടിന് വെളിയിൽ, പ്രത്യേകിച്ച് ഈ +2 ഒക്കെ അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അതായത് സ്കൂൾ തലത്തിൽ വരെ നമുക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ കഴിയും. അതിനപ്പുറത്തേക്ക് പോകുന്ന കുട്ടികളെ പലപ്പോഴും അവരെങ്ങോട്ട് പോകുന്നു, എങ്ങനെ സമൂഹത്തിൽ ഇടപഴകുന്നു എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ ചെന്നെത്തുന്ന പലപ്പോഴും വീട്ടിലെ അമിതമായ സ്ട്രെസ്സ് കാരണം പല ഒരു ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും അവരെ നയിക്കാം. അങ്ങനെ ചെന്നെത്തുന്ന കുട്ടികൾ എത്ര ലഹരി വസ്തുക്കളുടെയൊക്കെ എത്ര ഉപയോഗത്തിലേക്കാണ് പോകുന്നതെന്ന് പോലും നമുക്ക് പറയാൻ കഴിയില്ല. മാതാപിതാക്കൾ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ, അവരെ കൂടുതൽ ചേർത്ത് പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ചെറിയ കാര്യങ്ങൾ അവരോടൊപ്പം ചിലവഴിക്കുമ്പോൾ ഫോണൊക്കെ കുറച്ച് സമയം മാറ്റി വയ്ക്കണം. കാരണം ഫോണിനൊക്കെ എല്ലാത്തിനും ഒരു നിശ്ചിത സമയം വീട്ടിൽ ഉണ്ടാക്കിയാൽ നമുക്കെല്ലാം പലപ്പോഴും നമ്മുടെ ജീവിതം ഒരു നല്ലൊരു കവിത പോലെ, അല്ലെങ്കിൽ നല്ലൊരു മനോഹരമായൊരു കവിതയായി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. കുട്ടികളാണ് നമ്മുടെ സ്വത്ത്. അതിനേക്കാൾ വലിയൊരു സ്വത്ത് നമുക്കില്ല. ആ കുഞ്ഞുങ്ങളെ നല്ല മൂല്യമുള്ള ബോധമുള്ള പൗരന്മാരായി വളർത്തേണ്ടത് നമുക്കിടെയൊക്കെ ആവശ്യമാണ്. ആ ഒരു ബോധം ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകണം.